ഹായ് ഫ്രണ്ട്സ്, എവർക്കും രഞ്ജൂസ് മീഡിയ ടെക്കിലേക്ക് സ്വാഗതം. 1945 ആഗസ്റ്റ് 6 നാടിനെ നടുക്കിയ ആ ദുരന്തം നടന്നത്. അതെ, ലോകത്ത് ആദ്യമായി ജപ്പാനിലെ ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ച ദിനം. ഈ ദിവസമാണ് ഹിരോഷിമ ദിനമായി ആചരിക്കുന്നത്. ജപ്പാനിലെ സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു നഗരമാണ് ഹിരോഷിമ. രാവിലെ 8:15 ഹിരോഷിമയിലാണ് ആദ്യമായി മനുഷ്യർക്ക് നേരെ ആറ്റം ബോംബ് ആക്രമണം നടന്നത്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാനെ പരാജയപ്പെടുത്തുന്നതിനായി അമേരിക്ക കണ്ടെത്തിയ അവസാന മാർഗമായിരുന്നു അണുവായുധ പ്രയോഗം. 1945 ജൂലൈ 25 അമേരിക്കൻ വ്യോമസേനയുടെ പസഫിക് മേഖല കമാൻഡർ ജനറലിന് ജപ്പാനിലെ 2 നഗരങ്ങളിൽ ആറ്റം ബോംബ് വർഷിക്കാനുള്ള നിർദ്ദേശം ലഭിച്ചു. അപ്രകാരം 40,000-ഓളം ജാപ്പാനീസ് സൈനികർ ഉൾപ്പെടുന്ന സെക്കൻഡ് ജനറൽ ആർമിയുടെ ആസ്ഥാന മന്ദിരം സ്ഥിതി ചെയ്യുന്ന ജപ്പാനിലെ സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന നഗരമായ ഹിരോഷിമ നഗരത്തെയാണ് ആദ്യം തിരഞ്ഞെടുത്തത്. ജനറൽ പോൾ ടിബറ്റ് പറപ്പിച്ച അമേരിക്കൻ വ്യോമസേനയുടെ B-29 ബോംബർ വിമാനമായ എനോള ഗെയിൽ നിന്നാണ് ബോംബ് പ്രയോഗിച്ചത്. ലിറ്റിൽ ബോയ് എന്നായിരുന്നു ബോംബിൻ്റെ പേര്. യുറേനിയം 235 ഐസോടോപ്പിനെ ലെഡ് കൊണ്ട് ആവരണം ചെയ്തു നിർമ്മിച്ച ഈ ബോംബിന് 12,500 ടൺ TNTയുടെ പ്രഹരശേഷിയുണ്ടായിരുന്നു. ഉയർന്നു പൊങ്ങിയ തീജ്വാലകൾ ഹിരോഷിമ നഗരത്തെ ചാമ്പലാക്കി. ഈ സ്ഫോടനത്തിൽ ഏതാണ്ട് 1,40,000-ഓളം പേരാണ് ദാരുണമായി കൊല്ലപ്പെട്ടത്. ബോംബ് വർഷിച്ചതിൻ്റെ റേഡിയേഷൻ പിന്നെയും ജപ്പാനെ വേട്ടയാടി. ഇതിന് ഫലമായി ഏകദേശം 1.5 ലക്ഷത്തോളം പേർക്ക് പിൽക്കാലത്ത് ജീവൻ നഷ്ടമായി. കൂടാതെ ഒരുപാട് പേർ രോഗം ബാധിച്ച് ദുരിത ജീവിതം നയിക്കുന്നു. വർഷങ്ങൾ മുന്നോട്ടേക്ക് കടന്നു പോകുമ്പോഴും ഹിരോഷിമയുടെ സാംസ്കാരികമായ സവിശേഷതകളിലൂടെ നമുക്കും ഒന്ന് കടന്നു പോകാം. 1963 മുതൽ തുടർന്നു പോരുന്ന സിംഫണി ഓർക്കസ്ട്ര സംഗീതത്തിൻ്റെ മേഖലയിൽ ഹിരോഷിമയുടെ പ്രാധാന്യം വെളിവാക്കുന്നു. മ്യൂസിയങ്ങളുടെ നാടുകൂടിയാണ് ഹിരോഷിമ എന്നും പറയാറുണ്ട്. ഹിരോഷിമ പീസ് മെമ്മോറിയൽ മ്യൂസിയത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ആദ്യ ആറ്റം ബോംബിൻ്റെ കെടുതികൾ അനുഭവിച്ചറിഞ്ഞ ജനത സമാധാനത്തിൻ്റെ പ്രതീകമായി പണിതതാണ് ഈ മ്യൂസിയം. കൂടാതെ വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം ജപ്പാൻ നൽകുന്നുണ്ട്. ആറ്റം ബോംബ് വീണ് 4 വർഷത്തിനുള്ളിൽ തന്നെ ഒരു സർവകലാശാല സ്ഥാപിക്കാൻ ഹിരോഷിമ അധികൃതർക്ക് സാധിച്ചു. 1949 ഹിരോഷിമ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായത്. വിദ്യാഭ്യാസത്തെ പുനർനിർമ്മിക്കുവാനുള്ള ദേശീയ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഹിരോഷിമ സർവകലാശാല സ്ഥാപിച്ചത്. ലോകത്ത് ആദ്യമായി നടന്ന അണുബോംബ് ആക്രമണത്തെക്കുറിച്ചും ഹിരോഷിമയെക്കുറിച്ചും നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.